ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ഓ, ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW097 ചേട്ടൻ്റെ ലോറിയില്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടൻ്റെ ഉണ്ടായിരുന്നപ്പോൾ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെടുന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ടോ? നോക്കണേ. ഇവിടെയൊന്നും കാണാനില്ല. തട്ടിയതാടാ, നീ കണ്ടില്ലേ? ഞാൻ കണ്ടതാ, എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എടാ, എന്നിട്ട് ആളെവിടെ? ഞാൻ അപ്പുറം നോക്കാം. 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. ആശാനെ, അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാളെ ഏതോ കൊച്ചു ത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ. ഓ, താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? അതെ സാറേ. ഓക്കെ. അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ മൂഡാണ്. ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ? ഹൊററായിരുന്നു, വല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ്. ഒരു റിയൽ ലൈഫ് സംഭവം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം SMH ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം. എന്തായിരുന്നു കേസ്? കോളിസിസ്റ്റക്ടമി ആയിരുന്നു കേസ്. പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 24-25 ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടിയും. സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECGയിലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു. എല്ലാവരും പാനിക്കായിപ്പോയി. പിന്നെ കുറെ നേരത്തെ എഫേർട്സിന് ശേഷം ആള് സ്റ്റേബിളായി. എന്നിട്ട് സർജറി ഞങ്ങൾ അബോർട്ട് ചെയ്തു. റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ്. അൺകോൺഷ്യസ് ആയ ആ മൊമെന്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ? സർജറിക്ക് പേഷ്യൻ്റ് റെഡിയായിരുന്നു, ചെയ്യാൻ മധു സാറും. പക്ഷെ അനസ്തേഷ്യ ടീം സമ്മതിച്ചില്ല. പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്നാണ് കേട്ടത്. ഈ സംഭവം നമ്മുടെ ENTയിലെ വിനയകുമാർ സാർ ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിൻ്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല. പിന്നീട് ഒരിക്കൽ IMA ഹാളിലൊരു ഫംഗ്ഷന് പോയപ്പം
ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേന്നോർത്തൊരു ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ആൾ ഇന്റലക്ച്വലാ. ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. എന്താണ് അയാളുടെ ഐഡന്റിറ്റി? ആളൊരു ആംഗ്ലോ ഇന്ത്യനാ. ജോൺ മാസ്റ്റർ എന്നാണ് പേര്. എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു. ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഐ തിങ്ക് ഹി ക്യാൻ റിലേറ്റ് ഇറ്റ് സംവെയർ. നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ ഇവിടെ ചെയ്തേക്കാം. ഓ, എന്തായാലും കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുന്നവരെ ഞാനിതാരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് ഈവൻ ടു ഷബ്നം. ഞാൻ എന്തായാലും നാളെ ജോൺ മാർഷൽ ഒന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും കണ്ടോ? ഓക്കെ. ഞാൻ 2 കൂടെ അടിച്ചിട്ട് വന്നോളാം. കഴിക്കുന്നില്ലല്ലോ? ഇല്ല, ഡ്രൈവ് വേണം. വേണ്ട. ഓക്കെ, ബൈ. താങ്ക് യു. ജോൺ മാസ്റ്റർ ഉണ്ടോ? തോങ്ക இருக்கு. ആ വരൂ ഡോക്ടർ. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ. ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഫൈൻ. എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ്. അപ്പം ഞാനൊരു 7-8 മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട് കുറച്ചു നേരം. അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്നാ വിചാരിച്ചത്. ഓ, പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കണ്ടെന്ന്. ഐ യു ബിസി റൈറ്റ് നൗ? നോ ഇഷ്യൂസ്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഷോ. വൈ ഡോണ്ട് യു റിലാക്സ് ഫോർ എ വൈൽ? ഓക്കെ. അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ. യാ, ഓക്കെ. Can you believe it, doctor? It's not a real plant. It's a well-made artificial one. ഓ, ഇസ് ഇറ്റ്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒറ്റ നടത്തി ഒറിജിനൽ ആണെന്നേ ഫീൽ ചെയ്യൂ. Exactly. ഡോക്ടർ കണ്ട ഡ്രീം പോലെ, isn't it? ഡ്രീമോ? Have you heard about lucid dreaming? ടേം കേട്ടിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ വാട്ട് ഇറ്റ് ഇസ്. Okay, let me explain that to you. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. ഉറക്കത്തിന്റെ ഡെപ്തിനനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട്, ചിലത് നമ്മൾ തീരെ ഓർക്കില്ല. ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിംഗ്. ഇത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ, ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിംഗ് when you are within a dream, then you can completely control that dream. ആ ഡ്രീം മാത്രമല്ല, ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്നയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു കലയാണ്, എ വെരി റെയർ ടാലൻറ്റ്. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ആക്ച്വലി എ വെരി ടഫ് പ്രോസസ്. സി, നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റ് ഒക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ആഫ്റ്റർ എ സർട്ടൻ ടൈം, മേ ബി ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ്, ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന്. ആ കോമൺ പോയിന്റ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയും. ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന്. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി. പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ മാസ്റ്റർ പറയുന്ന പോലെ, ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് ലൂസിഡ് ഡ്രീം, ദെൻ വൈ വാസന്റ് ഐ അവെയർ ഓഫ് ഇറ്റ്? ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനലായിരുന്നു ആ ഈവൻസ് മുഴുവനും. ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് അതൊരു വലിയ കുരുക്കാണ്. എത്ര കഴിക്കാൻ ശ്രമിച്ചാലും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം
വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ രണ്ടുപേര് ഷെയർ ചെയ്തൊരു ഡ്രീം സ്പേസിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ചെന്നെത്തിയതാണ് നിങ്ങൾ. സോ യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ഡ്രീം, ബട്ട് ദാറ്റ് വാസ് നോട്ട് യുവർ ഡ്രീം. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ഡ്രീം ആയിരിക്കും? പോസിബിളി ഡോക്ടർ അവിടെ കണ്ടു എന്ന് പറയുന്ന 2 കുട്ടികൾ അവരിൽ ആരുടെയെങ്കിലും ആയിരിക്കാം. ആരാണെങ്കിലും അവർക്കിവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് വൺ തിങ് ഈസ് ഫോർ ഷുവർ, ദാറ്റ് പേഴ്സൺ ഈസ് അലൈവ് സംവെയർ. ഡോക്ടർ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും ഈ ഡ്രീം ഇനീഷ്യേറ്റ് ചെയ്ത ആളുടെ സബ് കോൺഷ്യസ് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, ടു ഫൈൻഡ് ഔട്ട് വേർ ദാറ്റ് പേഴ്സൺ ഈസ്. ദ ക്വസ്റ്റ്യൻ ഇസ് വൈ മീ? അതിനുള്ള ഉത്തരം ആ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ആദ്യം ഡോക്ടർ ഡ്രീമിൽ കണ്ട ആൾക്കാർ ആരാണെന്നും അവരുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണെന്നും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു അന്വേഷണം നടത്താനുള്ള വല്ല ലീഡും ഡോക്ടറുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ? അമീർ, അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രമാണ് എൻ്റെ ഉള്ളത്. യു ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. ഇറ്റ് കുഡ് ബി വെരി യൂസ്ഫുൾ. ഐ ഡു ദാറ്റ് മാസ്റ്റർ. താങ്ക് യു. ഡോക്ടർ, ഈ ഡ്രീം ആര് ഇനീഷ്യേറ്റ് ചെയ്താണെങ്കിലും ആ ആളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യു വിൽ എക്സ്പീരിയൻസ് റിക്കറിംഗ് എപ്പിസോഡ്സ് ഓഫ് ഡ്രീംസ്. സോ ബിവെയർ ഓഫ് യുവർ ഡ്രീംസ്.